പാട്ടൊക്കെ പാടി എങ്ങോട്ട് പോവാണെന്നായിരിക്കും അല്ലേ. അപ്പോൾ ഞാനിപ്പോൾ രണ്ടാമത്തെ ടൈമാണ് വീട്ടിനകത്തോട്ട് കയറുന്നത്. ജസ്റ്റ് ഞങ്ങൾ കുറേ നാളായി വെട്ടുകാട് ചർച്ചിലോട്ടൊന്ന് പോകണം എന്ന് ആഗ്രഹിച്ചിരിക്കുകയാണ്. അപ്പോൾ 1-ാം തീയതി പ്ലാൻ ചെയ്തു, നടന്നില്ല. 2-ാം തീയതി പ്ലാൻ ചെയ്തു, നടന്നില്ല. അപ്പോൾ ഇന്ന് വീണ്ടും ഞങ്ങൾ പ്ലാൻ ചെയ്ത് പകുതി വഴിയിൽ ഇറങ്ങിയപ്പോൾ ജോലി സംബന്ധമായിട്ട് വീണ്ടും തിരിച്ചു വിളിച്ച് വീണ്ടും ഇങ്ങോട്ട് കയറി. പിന്നെ മടിച്ചിരിക്കുകയായിരുന്നു പോകാൻ. പിന്നെ വിചാരിച്ചു എന്തായാലും പോവാം. പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്തുവാ, എനിക്ക് സൈനസിൻ്റെ ചെറിയ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം നല്ല പെയിൻ ആയിട്ടിരിക്കുകയാണ്, ജലദോഷവും പോലെയൊക്കെ വന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല കോട്ടൊക്കെ ഇട്ട് സെറ്റായിട്ട് ഇതൊക്കെ വെച്ച് കവർ ചെയ്ത് ഇങ്ങനെ പോകുമ്പോഴത്തേക്കും അധികം കാറ്റും ഒന്നും കൊള്ളാതിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് അധികം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ വെച്ചൊന്ന് കവർ ചെയ്ത് എന്തായാലും പോയിട്ട് വരാം. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞു. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് കുറച്ചടുത്തായതുകൊണ്ട് വലിയ പ്രശ്നമില്ല, പോയിട്ട് വരാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ അവിടെ പോയിട്ട് കാണാം. അപ്പോൾ നമ്മളിതാ പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ആക്കുളം കായലിൻ്റെ പരിസരത്തൂടെയൊക്കെയാണ് കേട്ടോ പോയത്. ഇവിടെ നിന്നാണ് ഇതിന് മുന്നേ ഒരു കൊച്ച് എടുത്ത് വെള്ളത്തിലോട്ട് ചാടി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ന്യൂസൊക്കെ വന്നില്ലേ, അത് ഈ കായലിൻ്റെ അടുത്ത് നിന്നാണ്. ഒരു ഓട്ടോ ഡ്രൈവർ രക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തല്ലേ ഇപ്പോഴത്തെ കുട്ടികളുടെ കാര്യം പറയാനേ നമുക്ക് വയ്യ. എങ്ങനെ ഏതൊക്കെ രീതിയിൽ ചിന്തിക്കുന്ന പോലും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ, അതൊക്കെ പോട്ടെ. അപ്പോൾ നമ്മൾ ലുലുവിൻ്റെ നേരെ അടുത്തെത്തിയിട്ടുണ്ട്. ക്രിസ്മസിൻ്റെ ലൈറ്റിങ് കാര്യങ്ങളും അറേഞ്ച്മെൻറ്റ്സ് ഒന്നും മാറ്റിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞ് ഒരു 1 വീക്ക് ഒക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇതെല്ലാം മാറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയത്. ക്രിസ്മസ് ആയിട്ട് എനിക്ക് ചർച്ചിലും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് അങ്ങനെ ഒരിടത്ത് ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. കാരണം ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ പോകാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു പള്ളിയിൽ പോകുമ്പോഴും ഈ ലൈറ്റിംഗ് ഒക്കെ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷേ ഭാഗ്യം ഉണ്ടായിരുന്നു, മാറ്റിയിട്ടില്ലായിരുന്നു ഒന്നും തന്നെ. അപ്പോൾ ഞങ്ങൾ നേരെ ചർച്ചിലെത്തി. ഫുള്ള് ലൈറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വെട്ടുകാട് ചർച്ചിനെ സംബന്ധിച്ച് അത് ഒരുപാട് വിശ്വാസികൾ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അതിവിടുത്തെ ഒരു പ്രധാന നേർച്ചയായിട്ട് എനിക്ക് അറിയാമെന്നുള്ളത് ഈ ഒരു നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ശരീരവേദന, കൈക്ക് വേദന, കാലിന് വേദന, ബോഡി പെയിൻ അങ്ങനെയൊക്കെ വരുന്നവർക്ക് നമുക്ക് ഈ കാശ് രൂപം അല്ലെങ്കിൽ ആൾ രൂപം എന്ന് പറയുന്ന ഒരു സംഗതി ഇവിടെ മേടിക്കാൻ കിട്ടും കേട്ടോ. അത് അത്യാവശ്യം അവിടെയുള്ള സ്റ്റോഴ്സിലെല്ലാം മേടിക്കാൻ കിട്ടും. പിന്നെ ഇതുപോലെ ചില അമ്മൂമ്മമാരൊക്കെ വെച്ചുകൊണ്ടിരിക്കും. പിന്നെ അത് നമുക്ക് മേടിച്ച് നമുക്ക് എവിടെയാണോ നമ്മുടെ ബുദ്ധിമുട്ടുള്ള പോർഷൻ അവിടെ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് വെക്കാവുന്നതാണ്. ആ ക്രിസ്തുരാജൻ്റെ ഒരു രൂപം, വലിയൊരു രൂപം അവിടെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ നമ്മൾ കയറി വെച്ചിട്ടുണ്ട്. അവിടെയാണ് ആൾക്കാരൊക്കെ അത് കൊണ്ട് വെക്കുന്നത്. എല്ലാവരും ചെയ്യണം എന്നില്ല, പക്ഷേ ചെയ്യുന്നവരുമുണ്ട്. പിന്നെ മെഴുകുതിരി ഞങ്ങൾ വാങ്ങിച്ചായിരുന്നു. മെഴുകുതിരി ഞങ്ങൾ എല്ലാ തവണയും പോകുമ്പോഴത്തേക്കും കത്തിക്കും, മെഴുകുതിരി കത്തിക്കും. സത്യം പറഞ്ഞാൽ ഈ മെഴുകുതിരിയൊക്കെ മേടിച്ച് അതൊന്നും അവിടെ നിന്ന് പ്രാർത്ഥിച്ച് അതവിടെ കൊണ്ടുപോയി കത്തിക്കുമ്പോൾ കിട്ടുന്ന ഒരു മനസ്സുകൊണ്ട് ഒരു ഫീലുണ്ട്. ചിലർ ഈ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ കിട്ടുന്ന സെയിം ഫീൽ അത് തന്നെയാണ് ഇവിടെയും നമുക്ക് ഫീൽ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അമ്പലത്തിൽ പോയില്ല എന്നൊന്നുമല്ല, അമ്പലത്തിലും പോകാറുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക ഈ ചർച്ച് അവിടെയൊക്കെ പോയിരിക്കുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു ഫീലാണ് കിട്ടുന്നത്. നമ്മൾ എന്തുമാത്രം ടെൻഷനും വിഷമത്തോടു കൂടിയാണോ നമ്മൾ പോകുന്നത്, അതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും നമ്മൾ അവിടെ ചെന്നിരിക്കുമ്പോൾ മാറുന്നത് പോലെ എനിക്ക് പലതവണ ഫീൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒന്ന് പൊട്ടിക്കരയാനാണെങ്കിലും അല്ലെങ്കിൽ നമുക്കൊന്ന് സമാധാനമായിട്ടിരിക്കാനാണെങ്കിലും ആരും നമ്മളെ ശ്രദ്ധിക്കില്ല. എല്ലാവർക്കും പല പല പ്രശ്നങ്ങൾ, അവരുടേതായിട്ടുള്ള 100 കാര്യങ്ങൾ ഈശോയോട് പറയാനുണ്ട്. അപ്പോൾ അതിനു വേണ്ടി എല്ലാവരും അങ്ങനെ ഇരുന്നങ്ങ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ ശ്രദ്ധിക്കുമോ, നമ്മളെ നോക്കുമോ എന്നുള്ള ടെൻഷനും കാര്യങ്ങളൊന്നും അവിടെ ആവശ്യമില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം പള്ളിയിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഈ ഡെക്കറേഷൻസൊക്കെ കാണാൻ വേണ്ടി പുറത്തിറങ്ങിയപ്പോൾ ബെൽ ഷേപ്പിലുള്ള ഈ ഒരു ലൈറ്റിംഗ് ഉണ്ടായിരുന്നു. അത് ഭയങ്കര രസമാണ്. അത് കണ്ടപ്പോൾ തന്നെ നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷേ ഫോട്ടോ എടുക്കാനൊന്നും അങ്ങോട്ട് പോയില്ല. ജസ്റ്റ് ഫുള്ളൊന്ന് വീഡിയോ ഒക്കെ എടുത്തു. ഫുള്ളൊന്ന് ഞങ്ങൾക്ക് ഒരു സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷമായിരുന്നു ഇത്തവണ പോയപ്പോഴത്തേക്കും. പിന്നെ എന്നത്തെക്കാട്ടിലും തിരക്കും കൂടുതലുള്ളൊരു ദിവസവും കൂടെ ആയിരുന്നു ഇത്തവണ എന്ന് പറയുന്നത്. പിന്നെ ആ കടലിൻ്റെ അടുത്തോട്ട് ഞങ്ങൾ പോയായിരുന്നു. കടലിൻ്റെ അടുത്തോട്ട് നേരെ പോയപ്പോൾ 2026 എന്നൊക്കെ പറഞ്ഞിട്ട് അതും ഒരു ലൈറ്റ് അറേഞ്ച്മെൻറ്റിൻ്റെ രൂപത്തിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ വേണമെങ്കിൽ ഫാൻസി സ്റ്റോഴ്സ് സൈഡിലോട്ട് ഒരുപാട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഈ പലഹാരങ്ങളിൽ ഉത്സവപ്പറമ്പിലൊക്കെ കിട്ടുന്ന ടൈപ്പിലുള്ള പലഹാരങ്ങൾ അതും ഇഷ്ടം പോലെ ഉണ്ടായിരുന്നേ. പക്ഷേ ഈ ഒരു പലഹാരം വാങ്ങിക്കൽ ഞാൻ നിർത്തിയ ഒരു സംഭവമാണ്. കാരണം ഇതിന് മുന്നേ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ വിഴിഞ്ഞത്ത് പോയായിരുന്നു. വിഴിഞ്ഞത്ത് പോയപ്പോൾ ജസ്റ്റ് ഞങ്ങൾ അടുത്ത് നമുക്ക് ഈ പലഹാരം ഇടുന്നതൊക്കെ
കണ്ടിട്ടുണ്ടായിരുന്നേ. അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി ഒരു മനസ്സിനൊരു ബുദ്ധിമുട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ പിന്നെ മേടിക്കാത്തത്. അതായത് അവിടെ ഈ ആ ഒരു മധുരമുള്ള പലഹാരമില്ലേ, അത് ഇടുന്ന എണ്ണ ഞാനൊന്ന് ശ്രദ്ധിച്ചായിരുന്നു. അപ്പോഴത്തേക്കും അന്ന് ഫുള്ള് നല്ല ബ്ലാക്ക് കളറിൽ കറുത്ത് അങ്ങനെ ഇരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് പാനിയാക്കി വെച്ചേക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ചിലപ്പോൾ അവർ ചേഞ്ച് ചെയ്യുമായിരിക്കും, ചേഞ്ച് ചെയ്യത്തില്ലായിരിക്കും. അത് കണ്ടിട്ട് പിന്നെ എനിക്കിത് വന്ന് മേടിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അതുകൊണ്ട് ഞാനിപ്പോൾ ആ ഒരു സംഭവം വാങ്ങിക്കലും നിർത്തി. അതിനുശേഷമാണ് ദാണ്ട് ഈ ഒരു പാത്ത്, നല്ല 2 മാലാഖമാരുടെ ഇടയിൽ കൂടെ നടക്കുന്ന പാത്ത്, ഫാമിലിയും കുട്ടികളും ഒക്കെ വന്നിട്ട് ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളും എടുക്കുന്നതൊക്കെ കണ്ടായിരുന്നേ. അപ്പോൾ ഞങ്ങൾ ചിന്തിക്കുമായിരുന്നു, ഞങ്ങളിങ്ങനെ സംസാരിക്കുമായിരുന്നു, ഒരുപാട് ആൾക്കാരുണ്ട് ഇതിനകത്ത്. സന്തോഷത്തോടെ വന്നവരുണ്ട്, സങ്കടത്തോടെ വന്നവരുണ്ട്, അതുപോലെ തന്നെ എന്തോ ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നവരുണ്ട്. അങ്ങനെ പല പല കാറ്റഗറിയിലുള്ള ആൾക്കാർ. ഇനി കുറേ പേരെ മാറിയിരുന്ന് വിഷമിക്കുന്നതൊക്കെ കണ്ടായിരുന്നു ഞങ്ങൾ. അപ്പോഴത്തേക്കും എന്തോരം ബുദ്ധിമുട്ടുള്ളവരാണല്ലേ നമ്മുടെ ചുറ്റിൽ നമുക്ക് കൂടെയും ഒക്കെ ഉള്ളത്. അപ്പോൾ ഇതൊന്നും നമ്മൾ അറിയാൻ ഭയങ്കരമായിട്ട് ലേറ്റായി പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന സമയം നമ്മൾ മാക്സിമം എൻജോയ് ചെയ്ത് സന്തോഷത്തോടെ ഇരിക്കാൻ വേണ്ടി തന്നെ നമ്മൾ ശ്രമിക്കണം. അല്ലാതെ നമ്മൾ പല കാര്യങ്ങൾ ഓർത്ത് ടെൻഷൻ അടിച്ച് ഇന്നത്തെ കാര്യം, നാളത്തെ കാര്യം, അടുത്ത ആഴ്ചത്തെ കാര്യം ഓർത്ത് ടെൻഷൻ അടിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഇരിക്കാനുള്ള ടൈമേ കിട്ടുള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ. അതിനുശേഷം പിന്നെ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് സൈഡിലും അതേപോലെ ഒരു പാത്ത് ഉണ്ടായിരുന്നു. പിന്നെ കുറേ ഒരു ട്രീ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ക്രിസ്മസിന് പോയി കാണണമെന്നായിരുന്നു, അത് നടന്നില്ല എന്തായാലും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ